ഹൈദരാബാദിലെ കയ്യേറ്റങ്ങളിൽ വിവാദ പരാമർശവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന സംവിധാനത്തിന് ഹൈഡ്ര എന്ന് പേര് നൽകിയത് എന്നാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത്. ഹൈഡ്ര, the word is Hitler's favorite word. Hydra. His core team called Hydra, who can assassinate anyone. So I have taken inspiration from Hitler. I have named as a Hydra. ഹിറ്റ്ലറുടെ കൊലയാളി സംഘത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ ഭരണം നടത്തുന്നത് എന്ത് ജനാധിപത്യ മാതൃകയാണെന്ന് വിമർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ രംഗത്ത് വന്നു. സജു ചാമക്കാലയിൽ ഉണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. സജു, ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരെയും കൊലപ്പെടുത്താൻ കഴിയുന്ന സംഘം എന്ന പേര് എന്നതുകൊണ്ടാണ് ഹൈഡ്ര എന്ന പേര് താൻ സ്വീകരിച്ചിരിക്കുന്നത്. ഹിറ്റ്ലറാണ് തനിക്ക് പ്രചോദനം നൽകിയത് എന്ന രേവന്ത് റെഡ്ഡിയുടെ പരാമർശം വിവാദമായി കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഉളവാക്കിയ ഒരു പ്രസ്താവനയാണ് രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായത്. ഒരു സ്വകാര്യ ചടങ്ങിനിടെ ഹൈദരാബാദിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹൈദരാബാദിലെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സേനയ്ക്ക് ഹൈഡ്ര എന്ന പേര് നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമായിരുന്നു. ആ വാചകം എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ വീട് തന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവന. എന്തായാലും ഈ പ്രസ്താവനയ്ക്കെതിരെ BJPയും BRS അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യമായി BJP രംഗത്തെത്തി. ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസിയാണ് ഹൈദരാബാദിലെ വിവിധ സ്ഥലങ്ങളുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തെലങ്കാന സർക്കാർ രൂപീകരിച്ച ഒരു സേനയാണ്. അതിനാണ് പുതിയൊരു പേര് നൽകിയത്. വലിയ വിവാദമായി മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഹിറ്റ്ലറെ തനിക്ക് ഇഷ്ടമാണെന്നും ഹിറ്റ്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേനയ്ക്ക് നൽകിയാൽ ആ പേര് തന്നെ താൻ ഇവിടെ ഉപയോഗിക്കുന്നുമെന്നുള്ളത് BJP അതോടൊപ്പം തന്നെ BRS അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വലിയ തോതിൽ രാഷ്ട്രീയമായുധമാക്കുകയാണ്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതികരണത്തിന് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ശരി, സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.